ദണ്ഡകാരണ്യത്തിലെ ആഴം പിടിച്ച കാടുകളിൽ രാമനും സീതയും ലക്ഷ്മണനും തങ്ങളുടെ വനവാസ ജീവിതം സമാധാനത്തോടെയും ധ്യാനത്തോടെയും നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാട് പ്രകൃതിയുടെ ഭാവാത്മകമായ സ്പന്ദനങ്ങളാൽ നിറഞ്ഞിരുന്നുവെങ്കിലും ആ ശാന്തതയ്ക്ക് വിരാമമാകാൻ ആ കാട്ടിലേക്ക് ഒരാൾ വരാൻ പോകുകയായിരുന്നു. ശൂർപ്പണഖ. ശൂർപ്പണഖ, രാവണന്റെ സഹോദരി. ഭയാനക വേഷമുള്ള ഒരു രാക്ഷസിയായിരുന്നു അവൾ. കന്യാരൂപത്തിൽ അവളിൽ ഒളിച്ചിരുന്ന കുറേ പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ, സ്നേഹം, അംഗീകാരം, ധൈര്യമായ ചിന്തകൾ തുടങ്ങിയവ അവളുടെ ഉള്ളിൽ കനലായി കിടക്കുകയായിരുന്നുവെങ്കിലും അവ ചുരുങ്ങിത്തീർന്നത് അവളുടെ പ്രവൃത്തികളിലൂടെയായിരുന്നു. ഒരു പുരുഷന്റെ ജീവിതത്തിൽ തനിക്കൊരു സ്ഥാനമുണ്ടാകണമെന്ന അവളുടെ ആഗ്രഹം അവളെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ശൂർപ്പണഖ ദണ്ഡകാരണ്യത്തിലൂടെ നടന്നപ്പോൾ അവൾ രാമനെ കണ്ടു. രാമന്റെ ഭംഗിയും ധൈര്യവും അവളെ ആകർഷിച്ചു. മനസ്സിൽ പ്രണയമായി. രാക്ഷസരൂപം ഉപേക്ഷിച്ച് അവൾ ഒരമുക്ത മനോഹരിയായി രാമന്റെ മുന്നിൽ ചെല്ലാൻ ആഗ്രഹിച്ചു. രാമന്റെ സൗന്ദര്യവും ധൈര്യവും അവളിൽ ഒരിക്കൽ പോലും തെളിഞ്ഞിട്ടില്ലാത്ത വികാരങ്ങൾ പടർത്തി. ആകർഷണവും പ്രണയവുമായിരുന്നു അത്. രാക്ഷസരൂപം മാറി അവളൊരു സുന്ദരിയായി രാമന്റെ അരികിൽ ചെന്നു. രാമനോട് നേരിട്ട് തന്റെ പ്രണയം പ്രകടിപ്പിച്ചു. രാമാ, ഈ കാട്ടിൽ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. രാമൻ സീതയുടെ ഭർത്താവെന്ന നിലയിൽ വിനയത്തോടെയും ആത്മാർത്ഥതയോടും പറഞ്ഞു. ഞാൻ ഏകപത്നീവ്രതനാണ്. എന്റെ ഹൃദയം സീതയിൽ മാത്രമാണ്. ഇത് കേട്ടപ്പോൾ ശൂർപ്പണഖയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത രോഷം പടർന്നു. അവൾ സീതയെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്നാൽ ലക്ഷ്മണന് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. രാക്ഷസിയുടെ മൂക്കും കാതും വെട്ടിമാറ്റുകയും അവളെ അപമാനത്തോടെ കാട്ടിലേക്ക് ഓടിച്ചയക്കുകയും ചെയ്തു. അങ്ങനെ ആ കാട് ഒരു രക്തപ്പുഴയ്ക്ക് സാക്ഷിയായി നിന്നു. ശൂർപ്പണഖയുടെ വേദന ഒരു സ്ത്രീയുടെ ആകുലമായ നിലവിളിയായി ആകാശത്തലയടിച്ചു. അവൾ തന്റെ സഹോദരന്മാരായ ഖരനെയും ദൂഷണെയും വിളിച്ചു. ശൂർപ്പണഖയുടെ ആഘാതവും അപമാനവും ഖരന്റെയും ദൂഷണന്റെയും കാതുകളിലെത്തി. അവരാടട്ടെ ജനം ഭയക്കുന്ന ശക്തരും കാട്ടിലെ ഭരണാധികളുമായിരുന്നു. അവളുടെ മുഖം മാത്രമല്ല, ഹൃദയവും കീറിപ്പറഞ്ഞതായിരുന്നു. അവൾ തന്റെ കഥ സഹോദരങ്ങളോട് പറഞ്ഞു. രാമൻ തന്റെ പ്രണയം നിരസിച്ചുവെന്നും സീതയെ ആക്രമിക്കാൻ പോയപ്പോൾ തന്റെ മൂക്കും കാതും വെട്ടിമാറ്റി തന്നെ അപമാനിച്ചുവെന്നും. ഇത് കേട്ടപ്പോൾ ഖരന്റെ കണ്ണിൽ നിന്ന് തീ പടർന്നു. നമ്മുടെ വംശം അപമാനിക്കപ്പെട്ടു, അതിന് വീണ്ടെടുപ്പ് വേണം. ഖരൻ ഗർജിച്ചു. തക്ഷണം 14 ഉഗ്രരാക്ഷസന്മാരെയും തന്റെ അനുജനായ ദൂഷണെയും കൂട്ടി ഖരൻ യുദ്ധത്തിനൊരുങ്ങി. രാമനും ലക്ഷ്മണനും മാത്രമാണ് ആ കാട്ടിൽ. സീതയെ സുരക്ഷിതമായിരിക്കാൻ രാമൻ ലക്ഷ്മണനെ അവളോടൊപ്പം വിട്ടിട്ട് തനിയെ പോരാടാൻ നീങ്ങി. പക്ഷേ ക്ഷത്രിയന്റെ ധർമ്മം സംരക്ഷിക്കണം എന്നതുകൊണ്ട് ലക്ഷ്മണനും രാമന്റെ പിന്നാലെ ഇറങ്ങി. പെട്ടെന്നുള്ള ആ ക്രൂര ആക്രമണം ദണ്ഡകാരുണ്യത്തെ കോപഭരിതമായ യുദ്ധഭൂമിയാക്കി മാറ്റി. കാട്ടിലെ മരങ്ങൾ കത്തിനശിച്ചു. മൃഗങ്ങൾ പേടിച്ചോടി. രാമനും ലക്ഷ്മണനും രണ്ടുപേർക്കുമുള്ള ആധ്യാത്മിക ധൈര്യവും വീരത്വവും കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാ രാക്ഷസരെയും തോൽപ്പിച്ചു. ഖരനും ദൂഷണനും കൊല്ലപ്പെടുകയും കാടിന്റെ ഭീകരത നിശ്ശബ്ദമാകുകയും ചെയ്തു.